ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പ്രവീൺ കൊച്ചു റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കേട്ടോ. അമ്മാതിരി ഞെട്ടിക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് മല്ലു ഫാമിലി വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും ഊക്കും വാങ്ങിക്കൂട്ടി നാട്ടുകാരെ വായിരിക്കുന്ന കുറച്ചുകൂടി പള്ളും കൂടി കേട്ട് ഏറി കയറി ഇതിന്റെ ഇടയിൽ കൂടി ഒന്നുകൂടി ഏറി കയറി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിനക്ക് പിന്നെ ഏറിൽ കയറുന്ന ഒരു കുടുംബ സ്വത്തായിട്ട് നീ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ വായിലിരിക്കുന്ന കേട്ടാലും നിനക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നീ അത് നിരന്തരം കേൾക്കുന്നു. ഞാൻ അത് കേൾക്കാൻ അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. ഇതിൽ പാട് കണ്ടോ? ഇത് മറ്റേ 2 ദിവസം മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ്സ്, ഞാൻ കമന്റ്സ് കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ഇത് പൊന്നൂസ് കടിച്ചാന്ന് അയ്യേ പൊന്നൂസ് കടിച്ചത് ആ പെണ്ണിനെ പറഞ്ഞു. എടാ നിന്നെ അവൾ അവിടെ കടിക്കത്തോലും ഇല്ല എന്ന് ആയിരിക്കും ഉദ്ദേശിച്ചത്. അവക്ക് തന്നെ അറപ്പാ. അയ്യേ വല്ലാത്ത അവസ്ഥയാടാ. നിന്റെ അവസ്ഥ മൊത്തത്തിൽ പരിതാപകരമാണ്. നീ എന്ത് പാടേ, നിന്നെ ആർക്കും വേണ്ടേ, വീട്ടിൽ വേണ്ട, അവക്ക് പോലും കടിക്കാൻ വേണ്ടെന്ന് അവള് പറയാ. കഷ്ട, വല്ലാത്ത അവസ്ഥ. ഇതിന്റെ ഇടയിൽ കൂടി കയറിയിട്ട് അവിടെ പ്രവീണിനും കൊച്ചുവിനും ഭയങ്കരമായിട്ടുള്ള വിഷയം നടക്കുകയാണ്. അതിൽ പ്രവീണിന്റെ ഭാര്യക്കൊക്കെ അടിയും കാര്യങ്ങളൊക്കെ കിട്ടി പാടുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി നിന്റെ ഈ ഓഞ്ഞ പാടാണ് കാണിക്കാൻ നടക്കണം. നിന്റെ ഓഞ്ഞ പാട് കാണിക്കാൻ നടക്കണേ. ഈ പൊന്നൂസിന്റെ നിന്നെ വേണ്ട. അല്ല ഗൈസ്, ഇത് അതല്ല, ഇത് പാടാണ്. ഇത് പാട് കണ്ടോ, പാട്. ഇത് എന്റെ പഴയ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പാടാണ്, മീൻസ് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് ചെറുപ്പത്തിൽ പൊന്നൂസ് വരും മുമ്പേ ഈ പാടുണ്ട്, ചെറുപ്പത്തിലുണ്ടെന്ന്. എവിടെ നിന്നേ പാട് കിട്ടിയത്? പൊന്നൂസേ അവനെ പിടിച്ചൊന്ന് കൊട, ക്ലിയർ ആയിട്ടൊന്ന് കുടഞ്ഞു നോക്ക്. എവിടെ നിന്നാ പാട് വന്നതെന്ന് പറയോ. നന്നായിട്ട് ഇടിയും കൊടുത്ത് നല്ലോണം പിടിച്ചൊന്ന് കുടഞ്ഞ എവിടെ നിന്നാണ് ആ പാട് വന്നേന്ന് അവൻ പറയും. അവന് ചെറുപ്പത്തിലുണ്ടെന്ന് പാട്. നല്ല പാട് എവിടെ നീ എന്ത് കല്യാണം കഴിഞ്ഞോണ്ട് ഭാഗ്യം. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വേറെ തെറ്റിദ്ധരിച്ചേനെ. അത് ചെറുപ്പത്തിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോ, അത് ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഉള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ പഴയ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഈ സംഗതി ഉണ്ട്. പിന്നെ ആളുകൾക്ക് വേറെ ജോലിയില്ലല്ലോ. നിന്റെ മറ്റേ പാട് നോക്കാൻ വേണ്ടിയിട്ട് ഇനി പഴയ യൂട്യൂബും ടിക്ടോക്കും എടുത്ത് നോക്കാം. എടാ പോടാ, നീ ആരെന്നടേ നിന്റെ വിചാരം? നിന്റെ പാട് നോക്കാൻ വേണ്ടി ഇനിയിപ്പോ ജനങ്ങളെല്ലാം കൂടി പഴയ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോ കാണാൻ പോകുന്നു. യൂട്യൂബ് തുടങ്ങും മുന്നേ ഉണ്ട്, ടിക്ടോക്കിലേക്ക് പോവുകയാണ് ആൾക്കാർ. ഇനിയിപ്പോ ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ആയതുകൊണ്ട് വീട്ടിട്ട് അങ്ങനെ ചിലപ്പോൾ എടുത്ത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് ഒക്കെ വരുമായിരിക്കും. എന്തുവാടേ നിന്റെ ഒരു പാട് കാണാൻ വേണ്ടി കേരളക്കാർ മൊത്തം കുഴഞ്ഞിരിക്കുകയാണ്. അവന്റെ ഒരു വാഞ്ഞ പാട്. അയ്യോ, നീ പാട് വിടോടെ. ഇത് കണ്ടോ, ഇത് ഞാൻ പണ്ട് കടലിൽ പോണപ്പോ സ്രാവിന്റെ വാരി എത്തിയതാണ്. ഇത് കണ്ടോ, കണ്ടോ 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 കണ്ടോ. ഇത് ശരിക്കും അതന്നെയാണ്, സത്യമാണ്. ഞാൻ നമ്മൾ കള്ളം പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കയറ്റിക്കൊണ്ട് ഉടായ്പെന്ന് പറയാൻ കാരണം നീ എന്തെങ്കിലും സത്യസന്ധമായ കാര്യം ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു കാര്യമെങ്കിലും നീ സത്യസന്ധമായി ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ എന്തെടുത്താലും ഏതെടുത്താലും ഏറ്റവും ഇച്ചിട്ട് നീ ഉടായ്പ മാത്രമേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നീ എന്ത് തൊട്ടാലും ഉടായ്പ. അല്ലെങ്കിൽ തന്നെ സ്രാവിന്റെ വാല് നിനക്ക് എന്തുവാടാ നീ? വല്ല തിരണ്ടി ആയിരുന്നെങ്കിൽ പണ്ട് മറ്റേ അങ്ങേരെ പോലെ ആയാണ്. പിന്നെ നിനക്ക് പബ്ലിസിറ്റി ഒന്നും കിട്ടത്തില്ല. മല്ലു ഫാമിലിയിലെ ലെവൻ പോയെന്നേ പറയത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ, പോട്ടാ. നീ അവിടെ ഇരുന്നോ സുജിനെ? സ്രാവ് തട്ടിയെന്നാ നിനക്ക് കൊണാടാ. സ്രാവ് നിനക്കിപ്പോ നീ മറ്റേ കടലിൽ മറ്റേ കീരത്ത് എടുക്കാൻ പോയതാ. കറച്ചൂടാ. നീ ഒരു ഒന്നൊന്നര കോമഡി എന്നല്ലോടെ സുജിനെ. വരെ നിനക്ക് ഒരു കുറവുമില്ലല്ലോ. ടൈപ്പ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ആ നാട്ടുകാരെ പറ്റിക്കാറങ്ങി. ഇപ്പൊ സാവ് ആലും കൊണ്ട് തെറ്റിന്റെ പേര് നമ്മളെ പ്രവീൺ പ്രണവ് എന്നുള്ള ചാനലിൽ അവര് എന്താ ഇഷ്യൂ നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് യാതൊരു ബന്ധമില്ല കൈസാറ്. ഞാൻ അവരായിട്ട് കോൺടാക്ട് പോലും കൂടി ഇല്ല. പ്രവീണായിട്ടില്ല. എന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിൽ പൊന്നു സംസാരിക്കാൻ നമ്മൾ വേറെ യാതൊരു ബന്ധമില്ല. അതിൽ നമുക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇതുപോലെ കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. സുജന അതിനെപ്പറ്റി വല്ലതും അറിയോ, അവരായിട്ട് കോൺടാക്ട് ഉണ്ടോ, എന്താ തമ്മിലുള്ള ഇഷ്യൂ? ഞാൻ ഇന്നലെയാണ് അവരെ വീഡിയോസ് ഇരുന്നത് ഞാൻ കാണുന്നത്. കാരണം രണ്ടുപേരും വീഡിയോസ് ഇട്ടതും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കുറെ കമന്റ്സ് എനിക്ക് ഞാൻ വന്ന കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് വേറെ അതായത് മറ്റേ വേറെ വീഡിയോസിൽ തമ്പലൈനൊക്കെ നമ്മളെ അവരോട് ഒരുമിപ്പിച്ച് വെച്ചിട്ടുള്ള തമ്പലൈനെ കണ്ടു. നിങ്ങളെല്ലാവരും ആദ്യം കാര്യം മനസ്സിലാക്കണം. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വ്ളോഗ് ഇടും.
ആ വ്ളോഗല്ല നമ്മുടെ ലൈഫ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം ആ മറ്റേ അടിപൊളിയാണ് അങ്ങനെയല്ല. കാരണം അവർക്കും ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പോൾ തെറി കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പോലെ തന്നെ ദേഷ്യം, വാശി, അതുപോലെ തന്നെ പക, അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അതായത് ഞങ്ങളെല്ലാരും എന്ന് പറയണ്ട, നീ നിന്നെ പറയണ്ട, ബാക്കിയുള്ളവർക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് നാട്ടുകാരെ പറ്റിച്ച് നല്ലവണ്ണം നീ മറ്റേ ബെറ്റിങ്ങും പ്രൊമോട്ട് ചെയ്ത് നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, നീ അത് വെച്ചോ. നീ നാട്ടുകാരെ പറ്റിച്ച് മുഞ്ചിച്ച് ജീവിക്കുന്നതിൽ ഉസ്താദായതുകൊണ്ട് വിഷയമില്ല. പിന്നെ നിനക്ക് എപ്പോഴേ ഇതൊക്കെ ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പിടിച്ച് സംസാരിക്കാനുള്ള വിവരം വന്ന് എപ്പോ ഇത് എന്താ ദൈവത്തിനറിയാം. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും ഈ യൂട്യൂബേഴ്സ് എല്ലാവരാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകൾക്കെല്ലാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനങ്ങളാണ് എന്നൊക്കെ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് യൂട്യൂബായിട്ട് പ്രവർത്തിച്ച് മുന്നിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയും ലക്ഷങ്ങൾ കിട്ടുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് 2 മില്യൺ 3 മില്യൺ സബ് ഉണ്ടായാൽ മതി, ആ ലക്ഷങ്ങൾ വരുമാനമല്ലേ, അങ്ങനത്തെ ഒരു ചിന്തക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവർ അത് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തർ കമന്റ്സ് കൂടുതലായിട്ട് ഇട്ടു, ഞാൻ ആ കമന്റ്സിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിന് ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഞാൻ ആലോചിക്കുകയാണ് അവരെവിടെ കിടക്കണു, എനിക്ക് അവരായിട്ട് യാതൊരു കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല, എന്നിട്ട് പോലും കൂടി എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് എന്താണ് അവർ കാര്യം, എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് അപ്പൊ അവർക്ക് കുറെ നെഗറ്റീവ് എന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് ഒന്നും അടിക്കല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആരാ പറയുന്നേ? പൊന്നൂസും സുജിനുമാണോ? ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ നിങ്ങൾക്ക് ഇത്രയും ബോധം വീഴുന്നത്. ഒരു സമയത്ത് വീട്ടിൽ തുമ്മിയെന്നും തുപ്പിയും തൂറിയും അടക്കം എടുത്തിട്ടിട്ട് ഫേക്ക് കണ്ടന്റ് അടക്കം ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടുപേരും 2 ഭാഗത്ത് പോയത് അപ്പുറത്ത് കിടു ആൻഡ് ഇവ എന്ന് പറഞ്ഞിട്ട് വേറെ ചാനൽ തുടങ്ങിയിട്ട് അതിനെ റീച്ചിലായിട്ട് കയറ്റിക്കൊണ്ട് വന്ന ഈ ടീംസ് ആണ് ഇത് പറയുന്നത്. എന്റെ പൊടടാവേ, കാലം പോയാ ഓക്കെ. എന്തൊക്കെ കാണണം ഈ കൊച്ചു ജീവിതത്തിൽ. ധാരാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായ മല്ലു ഫാമിലിയുടെ സുജിനും മല്ലൂസുവാ ഉടായ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. വീട്ടിലില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കിയ ടീംസാ ഈ പറയുന്നത്. വാട്ട് എ ഫ്ലോപ്പ്. എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ അറിയോ, എനിക്ക് കുറെ കമന്റ്സ് വന്നു, അതുപോലെ കംപ്ലൈന്റ് കണ്ടു ഞാൻ. പിന്നെ ഞാൻ നമ്മൾ ഇവിടെ ഇന്നലെ കമന്റ്സ് കണ്ടു 2-3 കമന്റ്സ് കമന്റ്സിന് ലൈക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റേ ചാനൽ അവർ മറ്റേ കണ്ണട അവൻ കൊച്ചു, എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തിനാണ് മറ്റേ എനിക്ക് പേരറിയില്ല, അവരെ പ്രവീൺ പ്രണവ് എന്ന് അറിയുന്നതല്ലാണ്ട് എനിക്ക് അവരായിട്ട് കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവന്റെ ചാനൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സോ അതിന്റെ വീടിന്റെ അടിയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പൊ അതിന് റിപ്ലൈ കൊടുക്കാനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കണം. ഇപ്പൊ പൊന്നൂസ് പറഞ്ഞു കേട്ടോ വീഡിയോസ് വരുന്നുണ്ട് നമ്മളെ പോലെ വെച്ചിട്ട് പറഞ്ഞു. ഞാൻ ഓക്കെ മറ്റേ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവർക്കൊന്ന് മെസ്സേജ് അയച്ചാലോ വിചാരിച്ചു. പിന്നെ തോന്നി കണ്ട കുഴപ്പമില്ല, കാരണം എന്റെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് പറയണേ നമ്മളെ വെറുതെ വലിച്ചു ഞാൻ കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിലേറെ നെഗറ്റീവുകളായിട്ട് തലകേറ്റി നടക്കുന്ന ഒരാളാണ്. അത് ഇറന്ന് വാങ്ങിച്ചിട്ടുള്ളതാ നെഗറ്റീവ്, അല്ലാതെ നീ ആയിട്ട് കൊണ്ടുവന്നില്ല. നല്ല 1-ാം തരം ഉടായ്പകൾ നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ നീ കാണിച്ച് നിന്റെ വ്യൂവേഴ്സിനടക്കം നീ പറ്റിച്ച് ഉടായ്പകൾ കാണിച്ചപ്പോൾ നിനക്ക് നെഗറ്റീവ് ആയത്. ഇറന്ന് വാങ്ങിയെന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ഒരു സംഭവമാണ് നീ ചോദിച്ച് വാങ്ങിക്കൊണ്ട് നീ പോയത്. സുജിനെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇപ്പൊ പ്രവീൺ പ്രണവിലിട്ട് എന്തിനാണ് വന്നത്? നാട്ടുകാർ കമന്റ് ഇട്ടെന്നോ? ഓഹോ, അത്രയ്ക്ക് ദണ്ണോ നിനക്ക്? അയച്ചോട്ടാ പോവട്ടാ ബാക്കിട്ടാ. ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും വണ്ടി എടുത്താൽ ഫോൺ എടുത്താൽ ടൂർ പോയാൽ നല്ല ഡ്രസ്സ് ഇട്ടാ മുടി എന്ന് പറയാ ഇവരെന്തെങ്കിലും കാട്ടിയാ. ഇപ്പൊ നാളെ അമ്മ ചുരിദാർ ഇട്ടേന് അതിനടിയിൽ കമന്റ്സ് തന്നെ ഈ തള്ള ചുരിദാർ ഇടൽ തുടങ്ങിയോ, എന്താ ഈ കോലം കെട്ടണത്? അപ്പൊ അതെന്താണ് എനിക്കറിയത്തെ. ഇപ്പൊ അവരുടെ അവിടെ ചാനലിൽ പ്രശ്നം അത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കണോ. അപ്പൊ ഞാൻ പറയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ തന്നെ ആയിരിക്കും, കാരണം ഓരോ ദിവസം ഞങ്ങളിൽ അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോൾ നിങ്ങൾ കുറെ പേര് എന്റെ ചോദിച്ചു, ഞാൻ അയാൾ മറുപടി പറഞ്ഞു. സെയിം അതേപോലെ തന്നെ ആയിരിക്കാം. നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഏറ്റവും സെറ്റ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ പ്രവീൺ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത്. അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീൺ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ അതിന് കാരണം നിങ്ങളും കൂടിയാണ്. കാരണം ഇപ്പൊ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളാണെന്നാണ് നമ്മുടെ പൊന്നൂസും സുജിനും കൂടി പറഞ്ഞു വയ്ക്കുന്നത്. എന്താ ഇത് ആരാ പറയുന്നേ? എനിക്ക് അതാണ് പിടിയിട്ടത്, ഇത് ആരാ പറയുന്നേ? കോമഡി പറയുന്നല്ലോ അതിലുണ്ട് പൊന്നൂസെ.
കുടുംബ പ്രശ്നം നാട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാത്ത വളരെ പുണ്യാവളത്തിയമായ 2 ടീംസാണ് ഈ പറഞ്ഞു കൂട്ടി വെച്ചത്. നാട്ടുകാർ റിക്വസ്റ്റ് ചെയ്യണോണ്ട് ചോദിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സ്വന്തം ഭാര്യയെ വീട്ടിൽ പിടിച്ച് ഒളിപ്പിച്ചിരുത്തിയിട്ട് വീഡിയോ ചെയ്ത മോനാണ് സുജിൻ. ആ സുജിൻ തന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നവനാണ് ലവൻ. നീ നിങ്ങളാണ് ഇന്ന് നാട്ടുകാരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. വർമ്മ സാറേ, ഇതങ്ങോട്ട് എനിക്ക് ദഹിക്കണില്ല. എന്തായാലും പ്രവീൺ കൊച്ചുവിന്റെ കേസിൽ കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒറിജിനൽ കാര്യങ്ങളാണ്, നിങ്ങളുടെ കേസ് പോലെയൊന്നും അല്ല. അത് വേറെ ലെവലിൽ വയലൻസും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്ന ടീമാണ്. നീയൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ട് വയലൻസ് ഉണ്ടാക്കിയത് പോലെ അല്ല അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും ഉഡായിപ്പ് മല്ലു ഫാമിലി എന്നുള്ള പേര് നിങ്ങൾക്ക് കിട്ടിയത് ഇരന്ന് വാങ്ങിയത് തന്നെയാണ്. അതിലെനിക്ക് വേറെ തിരുത്തേണ്ടതായിട്ട് തോന്നുന്നില്ല. കറക്റ്റ് അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത് ഉഡായിപ്പ് മല്ലു ഫാമിലി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം.